ഞങ്ങള് ഒരാവശ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദിവാസി ജനസമൂഹത്തിന് ഇനിയുള്ള വരും കാലങ്ങളില് ഒരു മരണം പോലും ആർളം ഫാമില് ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അല്ല, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തീരുമാനമെടുത്ത കണക്കിന്റെയോ അല്ലെ പണിയുടേതോ ജോലി കൊടുക്കുന്നവരുടെയോ കണക്കല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് ഇത് ചെയ്ത് തരാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ നിങ്ങളുടെ മിനിറ്റ്സിന്റെ കോപ്പി ഒന്നും നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ ആർക്ക് പണി കൊടുത്തു പോലും എവിടെ ചെയ്തു പോലും എവിടെ കൊടുത്തു പോലും അതൊന്നും നമുക്കറിയണ്ട. ആറാട്ട് ടീമിനെ ഇനി നിങ്ങൾ എന്തിനാ ആറാട്ട് ടീമിനെ വെച്ച് വാഴിക്കുന്നത്? ഇന്നലെ 24 മണിക്കൂറായിട്ട് ഈ ബോഡി ഇവിടെ കിടക്കുന്നു. ഒരാള് നിങ്ങളുടെ വനം വകുപ്പിൽപ്പെട്ട ഒരാള് ഇവിടെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും രോഷം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഒരാള് പോലും ഒന്നിനൊന്ന് എത്തിനോക്കാൻ പോലും ഒരാൾ ഈ നിമിഷം വരെ എത്തിയിട്ടില്ല. എന്തിനാണ് മാസാമാസം ആറാട്ടിക്കാർക്ക് ശമ്പളം എന്ന് പറഞ്ഞ സർക്കാരിന്റെ ഖജനാവിൽ അത് ഈ സാധാരണക്കാർക്ക് കൊടുത്ത് ഇവരോടിക്കുവാന് ആദിവാസികൾ ഓടിച്ചുപോകാന് ഒരു സേവനം വേണ്ട, ഒന്നിൽ കൂടുതൽ ആറാട്ടുകാർ വേണ്ട. ഇതേപോലെ കുറെ തീരുമാനങ്ങൾ ബ്ലോക്കേജിന് വെച്ചിട്ട് കളക്ടർ അടക്കം ഞങ്ങൾക്ക് എഴുതി പേപ്പറിലാക്കി മിക്സാക്കി വെച്ചിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞതറിയാം? അടിക്കാട് വെട്ടാം. 3 മാസം കൂടുമ്പോൾ ആർളം ഫാമിലെ എല്ലാ ബ്ലോക്കിലെയും അടിക്കാടുകൾ വെട്ടിത്തെളിച്ചു തരും. അതുപോലെ 3 വണ്ടി പെട്രോളിങ്ങിനായിട്ട് നിങ്ങൾക്ക് ആർളം ഫാമിൽ രാവും പകലും പെട്രോളിംഗ് നടത്തും. ബാക്കിയുള്ള ആർളം ഫാമില് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തി തരാം എന്ന് പറഞ്ഞൊരു മിനിറ്റ്സ് കളക്ടറേറ്റ് ഓഫീസിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന സംശയമാണെങ്കിൽ നിങ്ങൾ അത് അന്വേഷിച്ച് നോക്കൂ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ ഹിന്ദിക്കാർ കണ്ടില്ല ആന കയറി പോയത്. എന്റെ ഭർത്താവാണ് 10 മാസത്തേക്ക് കൊടുത്ത പണി ഇപ്പൊ 5 വർഷമായി. എവിടെ പോയില്ലേ ഈ അതെടുത്ത കൺസ്ട്രക്ഷൻ വർക്കുകാര്? ഇനിയും അവർക്ക് തന്നെയാണോ നിങ്ങൾ ഇനിയും പണി കൊടുക്കാൻ പോകുന്നത്? അവരുടെ പേരിലെടുക്ക് ഈ 2 ജീവൻ പോയതിന്റെ കേസ് അവർക്ക് കൊടുക്കുക, അവരുടെ പേരിലെടുക്കുക. കാരണം അവർ ആ പണി കൃത്യമായും സത്യസന്ധമായും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ 2 ബോഡി ഈ വഴിയിൽ വെട്ടി സാറിനെ ഈ പാതിരാത്രിയിലൂടെ വിളിച്ചു വരുന്ന ആവശ്യം വരില്ലായിരുന്നു. അറിയാമോ? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ആർളം ഫാം ഇനിയുണ്ട്. ഞാൻ പറയുന്നത് ചുരുക്കം ജനത, ഇവിടെ ഇരിക്കുന്ന ജനതകൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്, സാറിനെ അറിയിക്കാനുണ്ട്. അറിയോ? അത് കേട്ട് കഴിഞ്ഞാൽ സാറിന് വിഷമമായി, സാർ ഇവിടെ നിൽക്കില്ല. സാറിന് ഈ ഉന്നതന്മാരും ഈ ഉദ്യോഗസ്ഥന്മാരും പറയുന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ ആർളം ഫാം എന്താണെന്ന്. പക്ഷെ ഒരു സാധാരണക്കാരോട് എന്താണ് ഏതാണ് ആർളം ഫാമിന്റെ അവസ്ഥ എന്താണ്? വോട്ട് ചോദിക്കാൻ മാത്രം വന്നതുകൊണ്ട്, ഒരു സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് വോട്ട് ചോദിക്കാൻ വന്നതുകൊണ്ട് മാത്രം ആവുമോ? ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് വേണ്ടതുപോലെ ചെയ്തു കൊടുത്താലല്ലേ നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള തലമുറയിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എല്ലാവരും എല്ലാ പാർട്ടിക്കാരും, ഒരു പാർട്ടിയുടെ മാത്രമല്ല പറയുന്നത്. ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു ബേസിലും അല്ല. ഞങ്ങൾ ആദിവാസികൾ എന്ന ഒറ്റ കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. പാർട്ടിയെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ പാർട്ടിനെ ഉൾപ്പെടുത്തിയിട്ടെങ്കിൽ ഈ ബോഡി അന്നേരം തന്നെ കുഴിച്ചിട്ടേനെ. ഈ സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് അവര് കുഴിച്ചിട്ട് ഇപ്പൊ എല്ലാരും വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ കുറെ ശ്രമിച്ചു. പക്ഷെ നമ്മളത് വിട്ടുകൊടുത്തിട്ടില്ല. സാറിനെ കുറച്ച് കാര്യങ്ങൾ നേരിട്ട് ഞങ്ങൾക്ക് അറിയിക്കണമെന്നും ഞങ്ങളുടെ സംഘടനകൾ സാറിനെ അറിയിക്കണമെന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ആനമതിൽ 10 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത എങ്ങനെ എവിടെ 3 മാസം സമയം ഞങ്ങൾ തരാം സാറിന്. ആനമതിൽ അവരെ കൊണ്ട് തന്നെ പൂർത്തിയാക്കി ചൊല്ലി ആർളം ഫാമിലെ ആനയെ മുഴുവൻ അതിന്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുമോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾ ആദിവാസികൾ ചോദിക്കുന്ന ചോദ്യമാണിത്. സാർ ഇപ്പൊ ഫെൻസിങ്ങിന്റെ കാര്യം പറഞ്ഞു. സാർ ആദിവാസികളുടെ ഇടമുണ്ട ഫെൻസിങ് കിട്ടുന്നില്ല. ഇനി എന്താണ് അവർക്ക് ആനമതിലെ നീ കോൺട്രാക്ട് എന്ന് ചിന്തിക്കില്ലേ? അതുകൊണ്ട് ഇനി ആ കോൺട്രാക്ട് വേറെ വെച്ച് നമുക്ക് ഫെൻസിങ്ങും വേണ്ട, ആനമതിലും വേണ്ട. വേറൊരാളെ കൃത്യമായും സത്യസന്ധമായും പണിയെടുക്കുന്ന, അഴിമതി ഇല്ലാതെ പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ടറെ വെച്ചുകൊണ്ട് പണി 3 മാസം കൊണ്ട് തീർത്തു തന്ന് ആർളം ഫാമിലെ 80 ആനയും കുഞ്ഞുങ്ങളും. സാറിനറിയാം ഈ ഫാമിലുള്ള ആനകളെയല്ല. ആർളം ഫാമിൽ തന്നെ ആദിവാസി ജനതയിൽപ്പെട്ട കുറച്ചു പേരെ ആറാട്ട് ടീമിലേക്ക് ഈ ആദിവാസി ജനത ഇവിടെ മരിച്ചപ്പോ ഈ താൽക്കാലികമായി എടുത്ത ഒറ്റ വാച്ചർമാർ പോലും വന്നിട്ട് നോക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് സാർ അവരെ ആദിവാസി സമൂഹത്തിൽ വാച്ചർമാരായിട്ട് എടുത്തിട്ടുള്ളത്? ഇതിന്റെ വല്ല ആവശ്യമില്ല.
അടുത്തുള്ള വീടുകളിലെ മുഴുവൻ ചമ്മന്തി അരച്ച് വെച്ചിരിക്കുന്ന ചട്ടി വരെ പൊക്കി നോക്കുന്നു. കൊല്ലങ്ങളായിട്ട് ഞങ്ങളുടെ മനസ്സിനുള്ളിൽ എന്നതാണ്. അതുകൊണ്ടാണ് ഈ 2 ബോഡി 24 മണിക്കൂറായി. ഞങ്ങൾക്കറിയാം മനുഷ്യ ശരീരമാണ്, ചീയും മണക്കും, നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട്. ഈ പറയുന്ന എല്ലാവരും ഇവിടെയാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെങ്കിൽ ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങൾക്ക് സാറിനെ നേരിട്ട് അറിയിക്കണമെന്നൊരു ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് സാറ് വരാതെ ബോഡി ഞങ്ങൾ ഇവിടുന്ന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞത്. ഫാമിൽ നടക്കുന്ന പല കാര്യങ്ങളും സാറൊന്ന് അന്വേഷിച്ചു.